അങ്ങനെ ജിം ഫാമിലിന്റെ ഇന്നത്തെ ലെഗിന്റെ ഡേ ആട്ടോ. അങ്ങനെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഗിന്റെ വർക്കൗട്ട് ആയതുകൊണ്ട് അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ. ലെഗിന്റെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ദിവസമാണല്ലോ ശരിക്കും. ആരോട് പറഞ്ഞാലും ലെഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തോ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവും, നല്ല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. പക്ഷെ ജിമ്മിലെ കളികളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെഗിന്റെ ആണ് കേട്ടോ. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക്. പക്ഷെ വേദനയായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവും, നടക്കവും ബുദ്ധിമുട്ടുണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മുടെ ലെഗിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യത്തിൽ സെറ്റ് ആവാൻ പറ്റില്ല കേട്ടോ. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചേ മടുത്തു കഴിഞ്ഞപ്പോൾ അയ്യോ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞെങ്കിലും ഇവരാരും എന്നെ വിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ വിടാനും പാടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ലെഗ് ഡേക്ക് അല്ലെങ്കിൽ ഈ ലെഗിന്റെ വർക്കൗട്ടൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് എടുക്കാൻ പറ്റൂ കേട്ടോ. ഒത്തിരി കറിഞ്ഞു പറഞ്ഞിട്ട് ഇവർ എന്നെ വിടാതിരുന്നതും അതുകൊണ്ടാണ്. നമുക്ക് റിസൾട്ട് വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ലെഗ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു സംഭവമുള്ള ഒരു ദിവസമായിട്ട് ഇനി കണക്കാക്കാതെ നല്ല രീതിയിൽ അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും കമന്റും ഒക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. ഒത്തിരി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സഹായിക്കണേ. ലെഗ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ.